ഹലോ, ഐം ഹിബ. സോ വെരി ലോങ് ടൈം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് വീഡിയോ ആയിട്ട്. ഞാൻ തന്നെ മറന്നിരിക്കുന്നു എനിക്കിനി ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്നും ഇൻസ്റ്റഗ്രാം ഉണ്ടെന്നുള്ളതും അതിൽ വീഡിയോ ചെയ്യണം എന്നുള്ളതൊക്കെ. വേറെ ഒന്നല്ല, ഒരുപാട് തിരക്കുകളിൽ വിട്ടുപോയി. അതേപോലെ തന്നെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളിൽ ഞാൻ എൻഗേജ്ഡ് ആയിപ്പോയി. അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഭയങ്കര മെസ്സായിട്ട് കിടക്കുന്നത്. റൂമും അതേപോലെ തന്നെ ഈ പറഞ്ഞ വീഡിയോസും ഇതിലൊക്കെ വളരെ കുറവാണ്. ഞാനൊന്ന് ഓണായി വരണമെന്നുണ്ടെങ്കിൽ എൻ്റെ കംഫർട്ട് സ്പേസ് ഒന്ന് ക്ലീൻ ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ആയിട്ടിരിക്കണം, എന്നെങ്കിലാണ് നമുക്കൊരു ഉഷാർ കിട്ടുള്ളൂ അല്ലേ. സോ എൻ്റെ ഈ ഒരു മെസ്സായിട്ടുള്ള റൂമിനൊന്ന് റീഅറേഞ്ച് ആക്കി അല്ലെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കാമെന്ന് കരുതി. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ക്ലീനിങ് ഒക്കെ ചെയ്യണത്. അപ്പം കുറച്ചധികം കാലമായിട്ടുണ്ട് യൂട്യൂബിലായിക്കോട്ടെ ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ ഭയങ്കര ആക്റ്റീവ് ഞാൻ കുറവാണ്. വീഡിയോസ് ചെയ്യൽ വളരെ കുറവാണ്. ഞാൻ എന്തോ എൻ്റെ പാഷൻ മറന്ന പോലെ, എൻ്റെ പ്രൊഫഷൻ ഞാൻ വിട്ട പോലെ, അതേപോലെ തന്നെ എവിടേക്കോ ഞാൻ സ്റ്റക്കായിട്ട് എൻ്റെ PG വരെ എൻ്റെ ലൈഫിൽ എനിക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അങ്ങനത്തെ ചെറിയ ചെറിയ നെഗറ്റീവ്സൊക്കെ എൻ്റെ ലൈഫിൽ സംഭവിച്ചുകൊണ്ട് തന്നെ ആ നെഗറ്റീവിൽ ഞാനിങ്ങനെ സ്റ്റക്കായി നിൽക്കുകയായിരുന്നു. എങ്ങനെ തിരിച്ചു വരിക എന്നുള്ളത് പോലും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അതിലുപരി ഈ 2025 എനിക്ക് ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് നല്ല കാര്യം എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. ലൈക്ക് എൻ്റെ മാരേജ് നടന്നിട്ടുണ്ട്. അത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അതൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ചെറിയ നെഗറ്റീവ്സ് തന്നെ അവിടെ സ്റ്റക്കാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ സ്റ്റക്കായി ഞാൻ നിൽക്കുമ്പോഴാണ് എനിക്ക് തോന്നി, എന്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു നല്ല പ്ലാറ്റ്ഫോമിനെ ഇങ്ങനെ വെറുതെ കളയുന്നു. എത്ര ആൾക്കാർ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. ആ സമയത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ ഒരു സംഭവത്തെ വെറുതെ വിട്ടുകൊടുക്കണത് എന്തിനാ? അങ്ങനൊരു ഫീൽ എനിക്ക്, അങ്ങനെ ഒരു റിഗ്രറ്റ് എനിക്കിപ്പോൾ വരുന്ന തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോ ചെയ്യാം. ഏത് മനുഷ്യൻ പറഞ്ഞു, എത്ര വലിയ മോട്ടിവേഷൻ ചെയ്യുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, എനിക്ക് എത്ര വലിയ ഇൻസ്പിറേഷൻ കൊടുക്കുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർക്കുണ്ടൊരു വീക്ക് പോയിന്റ്. സോ ഐ തിങ്ക് മേ ബി ഇതായിരിക്കും എൻ്റെ വീക്ക് പോയിന്റ്. ആ വീക്ക് പോയിന്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഞാൻ വലിയ മോട്ടിവേഷൻ സ്പീക്കറാണ്, എനിക്ക് വീക്ക് പോയിന്റ് ഉണ്ടാവാൻ പാടില്ല, എനിക്ക് നെഗറ്റീവ്സ് ഉണ്ടാവാൻ പാടില്ല എന്ന് വാശി പിടിച്ചിട്ട് ഒരു കാര്യം. മനുഷ്യന്മാരാണ്, വീക്ക് പോയിന്റ്സ് ഉണ്ടാവും, തോൽവി ഉണ്ടാവും, നെഗറ്റീവ്സ് ഉണ്ടാവും. അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അക്സെപ്റ്റ് ചെയ്യുന്നിടത്ത് മാത്രമല്ല, അതിൽ നിന്ന് തിരിച്ചു വരാനും കൂടി നമുക്ക് പറ്റണം. സോ തിരിച്ചു വരവായിട്ട് ഞാൻ ഇതിനെ കാണുന്നു.